ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നമുക്ക് സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും വെച്ചൊരു കറിയുടെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് സോയാ ചങ്ക്സാണ് വേണ്ടത്. അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വാർത്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി, കുറച്ച് ഉപ്പ്, ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞെടുത്താണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് 2-3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തിക്ക് നൈറ്റെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നമുക്കതൊന്ന് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.